കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ തിരൂർന്നാട്ടാ വിളിക്കുന്നേ. ആ, ഇങ്ങനെ കാദർ കരിപ്പൊടിന്റെ ഒരു ലക്കി ഡ്രോ കൂപ്പണില് ഫസ്റ്റ് പ്രൈസ് ഇട്ട് നിങ്ങൾക്കല്ലായിരുന്നോ? ആ, ഏ ഏ, ആ വീടും കാര്യങ്ങളൊക്കെ കൈമാറിയോ? ഇല്ല. എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? കാശ് തന്നു. എത്ര ക്യാഷ് തന്ന്? അത് നമ്മൾക്ക് ആവശ്യപ്പെട്ടൊരു ക്യാഷ് തന്നു. അല്ലാതെ നമ്മള് അധികം ഒന്നും ചോദിച്ചിട്ടില്ല. ക്യാഷ് ആയിട്ട് തിരികെ തന്നല്ലേ? ഉം. അല്ല, ഇപ്പൊ വീടിന് എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതിനൊരു NIA എൻഫോഴ്സ്മെന്റിന് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ആ, ആ. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ GSTന്റെ വകുപ്പിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ ആയിട്ടാണ് ഇത് പോയിട്ടുള്ളത്. അത് ശരി. അപ്പോ എന്താ സീൻ എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ഉം. വീട് വാങ്ങിയിട്ട്, കാരണം 1 കോടി മൂല്യം വരുന്ന വീടാണെന്ന് പറഞ്ഞിട്ടാണ് അവര് സെയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? 1.5 കോടിയല്ലേ? 1.5 കോടി. ഈ 1.5 കോടിക്ക് ടാക്സ് ആയിട്ടുള്ള ഒരു വീട് സമ്മാനാർഹമായിട്ട് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ തന്നെ നിങ്ങൾ 45 ലക്ഷം 47 ലക്ഷം റുപ്യോളം GSTക്ക് കെട്ടണം. ഉം, ഉം. ഞങ്ങൾ ആ പൈസ നമ്മക്ക് കെട്ടി. പൈസ കിട്ടിയിട്ടില്ലല്ലോ. പൈസ കിട്ടിയിട്ടില്ല, എപ്പോഴും കിട്ടിയിട്ടില്ല. അല്ല, പൈസ നമ്മക്ക് അത്ര കൊടുക്കാൻ നമ്മക്ക് അത്ര കിട്ടണ്ടേ? കിട്ടിയിട്ടില്ല നമ്മക്ക് അല്ലേ? 1.5 കോടി കിട്ടണ്ടേ? കിട്ടിയിട്ടില്ല അല്ലേ? ആ നമുക്ക് 1.5 കോടി കിട്ടിയിട്ടൊന്നുമില്ല. 1.5 കോടി കിട്ടിയിട്ടില്ല അല്ലേ? അപ്പൊ എന്താ സംഭവം എന്ന് 1.5 വെച്ചാല് കോടി കിട്ടിയില്ല, 1 കോടിയും കിട്ടിയില്ല. ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ NIA എൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞാല് സംഭവം നിങ്ങളെ പേരിൽ ഒരു പ്രശ്നം വരൂല. കാരണം നിങ്ങളൊരു ഉം. സമ്മാനം, ഒരു ലക്കി ഡ്രോ വെച്ചു, നിങ്ങൾ അത് എടുത്തു, അത്രയേ ഉള്ളൂ. ഉം. പക്ഷെ ഇതിന്റെ ഞാൻ പിന്നെ അവനക്ക് ഒരു രോഗിയാണ് എന്ന് അങ്ങനല്ല പറയുന്നത്. അപ്പൊ ഒരു പൂപ്പ് എടുത്തതാണ്. അപ്പൊ എനിക്ക് ഒരു പക്ഷെ മരിച്ചു. ഇതില് സമ്മാനാർഹമായ പണം നിങ്ങളെ കയ്യിൽ കൈപ്പറ്റിയിട്ട് കിട്ടിയിട്ടുമില്ല, നിങ്ങളെ അല്ല, വാങ്ങി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 1.5 കോടിയാ 1 കോടിയാ ആ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലേ? ഉം. ഓ, ഓക്കെ. അപ്പൊ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റും. അവര് ഒരു അഡ്വർടൈസ്മെന്റ് വെച്ചിരുന്നത് 1.5 കോടി വില വരുന്ന വീടാണെന്ന് പറഞ്ഞിട്ടാണ് അഡ്വർടൈസ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉം, ഉം, ഉം. പക്ഷെ അതിന് മൂല്യമായിട്ടുള്ള സാധനം ഇപ്പൊ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതിന് തുല്യമായി പോയി അത്. ഉം. കാരണം 1000 വെച്ചിട്ട് 50,000 ടിക്കറ്റിന്റെ സെയിലിംഗ് നടന്നിട്ടുണ്ട്. 25,000 25,000 അവര് പറയുന്നതാണ്. ആ, ആ. 50,000 ടിക്കറ്റിന്റെ സെയിൽ അവർ നടന്നിട്ട് 50,000 ഇൻറ്റു ഇത് വന്ന് 1000 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ 5 കോടി രൂപയുടെ സെയിൽ വന്നിട്ടുണ്ട്. ഉം, ഉം. ഇതിപ്പോ പോയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് കമ്പനീന്റെ അക്കൗണ്ട്. അതായത് ഈ വ്യക്തിക്ക് 5.5 കോടിന്റെ ആസ്തിയുള്ള ഒരു കമ്പനി കൊടകിലുണ്ട്, ഈ രോഗി എന്ന് പറയുന്ന വ്യക്തിക്ക്. ഉം, ഉം. ഇതൊക്കെ നമ്മൾ അന്വേഷണത്തിൽ കണ്ടേ. അപ്പൊ ഇത് കാരണം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പൊ അവർക്ക് പിന്നെ എന്താ പറയാ, വീട് ഇതൊക്കെ നഷ്ടപ്പെടുക. പോയി നോക്കിയപ്പോ ഭയങ്കര ഒരു വിഷമത്തിലാണ് കേട്ടോ. ആ പക്ഷെ എന്താ പറയാ അമ്മ, ഞാനിപ്പോ എന്താ വെച്ചാൽ നമ്മള് തിരൂക്കാരൻ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാദർ കരിപ്പൂടെ പേരിൽ 153, അതേപോലെ സാമ്പത്തിക തട്ടിപ്പ്, ചീറ്റിങ്, വർഗീയത ഉണ്ടാക്കുന്ന കലാപം സൃഷ്ടിക്കല്, ഈ പ്രധാനപ്പെട്ട ആ പാർട്ടി, ആ സംഘടന നമ്മുടെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ടിന്റെ തിരിമറി നടക്കുമ്പോൾ സാധാരണ നിങ്ങളും അതിലൊരു ഒരു പ്രതിയായിട്ട് മാറും. ശരി. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളെ പേരും എനിക്കിപ്പോ അതൊന്നും അറിയില്ലല്ലോ. എനിക്ക് നിങ്ങളറിയില്ല. കാരണം നമ്മളേതായ രീതിയിൽ ഒരു 1000 രൂപ ഒരു രോഗിനെ സഹായിക്കണം എന്നുള്ള രീതിയിൽ മെന്റാലിറ്റി നമ്മൾ എടുത്തതാണ്. പക്ഷെ ഇത് വേറൊരു രീതിയിലായി പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായത് കൊണ്ടല്ല, നിങ്ങൾക്ക് അതൊരു നാളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞാൻ മുൻകൂറായിട്ട് നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ വേണ്ടി വരാം. നിങ്ങൾ ആ തന്ന പണത്തിന് നിങ്ങൾ GST കെട്ടിയിട്ടുണ്ടായിരുന്നോ? GST കെട്ടിയിരിക്കണം, അവര് കെട്ടിക്കണമെന്നുള്ള എനിക്കറിയില്ല. ഞാൻ കെട്ടിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇൻകം ടാക്സ് വല്ല പേപ്പേഴ്സോ കാര്യങ്ങളോ വന്നിട്ട്? കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ആണോ വല്ല നടത്തിയിട്ടുണ്ടാവുക? ബാങ്ക് ട്രാൻസ്ഫർ ആണോ അതോ കയ്യിൽ തരികയാണോ ചെയ്തേ? ഇമ്മ എനിക്ക് കൊറേ കടങ്ങളുണ്ടായിരുന്നു. ആ ആ ആ ആ ആ ഒരുപാട് കടങ്ങളുണ്ടായി. അല്ല, നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളെ പ്രായമുള്ള എൻ്റെ ഒരു ഉമ്മ എൻ്റെ ഒരു വീട്ടിലുണ്ട്. അതന്നെ കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു ബുദ്ധിമുട്ടിൽ നമ്മൾ കൊണ്ടുപോയി പെടുത്തണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതല്ല, ഞമ്മക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. പറയാലോ മോനോട് 60 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് എന്താ പറയാ, മോളെ കുട്ടിയുടെ കല്യാണം, അങ്ങനെ വീട് പണി, അങ്ങനെയൊക്കെ കൂടി. അപ്പൊ അതിന് ആ കടത്തത് ഗോൾഡ്ക്ക് അടച്ച്, പിന്നെ ഗോൾഡ്ക്ക് കുറച്ച് പൈസ അടച്ച്. അതേപോലെ എന്താ പറയാ, ഒരു ആൾക്കാരുടെ വ്യക്തിയിലിരുന്ന് വാങ്ങി പൈസ അവർക്കൊക്കെ കണ്ട് കൊടുത്തു. അതിനല്ലാതെ അങ്ങനെ കൊടുത്തു. അല്ലെങ്കിൽ ഈ പറഞ്ഞ 1.5 കോടി മൂല്യം വരുന്ന ഒന്നും നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുമില്ല അല്ലെ? ഇല്ല, അത് അവര് അത് 1.5 കോടിയുടെ ഇത് നമ്മള്
കണ്ടിട്ടാ. ഞാൻ കണ്ട് നല്ല വീടൊക്കെ തന്നെ ഞാനും കണ്ട് നല്ല വീഡിയോയില് വീടാണ്, നല്ലതാണ്. നല്ല വീട്, അടിപൊളി വീടാ. 4500 സ്ക്വയർ സ്കോർപിയോ. ഫീറ്റ് പക്ഷെ ഒക്കെ ഉണ്ട്. അതല്ലമ്മ, ഞാനൊരു കാര്യം വേറെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഫണ്ട് തന്നത് അക്കൗണ്ട് ത്രൂ ആയിരുന്നോ? അക്കൗണ്ടിക്ക് വന്ന് തന്നെയാണ്. അല്ലേ, പക്ഷെ കാരണം അതിനെ സംബന്ധിച്ച് നിങ്ങൾ സത്യം പറഞ്ഞ അക്കൗണ്ട് ത്രൂ ആണ് വന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ഉണ്ട്. കയ്യിലാണ് തന്നിക്കണമെങ്കിൽ നിങ്ങൾ പെടും. കാരണം കയ്യിൽ ഒരാൾക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് കൈമാറാൻ പാടില്ല. നിങ്ങൾ സത്യം എനിക്ക് അക്കൗണ്ടിക്ക് തന്നെയാണ് വന്നത്. കാരണം അപ്പൊ ഞാൻ അക്കൗണ്ടിക്ക് പറഞ്ഞ വന്ന് എല്ലാം ഗോൾഡിക്ക് എല്ലാം നേരിട്ട് എല്ലമ്മ നിങ്ങൾ ഈ അക്കൗണ്ട് ത്രൂ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് GST ഇൻകം ടാക്സിന്ന് പേപ്പർ വരേണ്ട സമയമായല്ലോ. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട സമയമല്ല. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂലേ? നിങ്ങൾ സത്യം പറയും, നിങ്ങളെ കയ്യിലല്ല പണം തന്നത്. ഇല്ല. അവ ശരി. കാരണം ഒന്നും ഉണ്ടാകണ്ടല്ലോ. ഞാൻ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചമ്മ. കാരണം നമ്മളൊരു നമ്മളെ പ്രൈവറ്റ് മേത്തേക്കൊന്നും ഇടില്ല. നമ്മളൊരു നമ്മക്ക് പ്രൈവറ്റ് ആയിട്ട് ഒരു അതിനൊന്നും വരില്ലട്ടോ. അല്ലെ, നമ്മളിപ്പോൾ ആരും പറ്റിക്കുന്നല്ലെന്ന്. നമ്മളിതിൽ പെടുമ്പോൾ നമ്മൾ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ 5 കോടി രൂപയുടെ തിരിമറി. അതിൽ എന്താണ്, കർണാടകയിലുള്ള പോലീസുകാർ ഒത്തുകളിയുണ്ട്, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഒത്തുകളിയുണ്ട്. ഇതെല്ലാം ഒത്തുകളിച്ച്, കാരണം കോടതി വരെ ഇടപെട്ടിട്ട് പോലും അവിടെ പോലും ഈ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്ന രീതിയിൽ ഇപ്പം പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൈമാറുന്ന സമയത്ത് വലിയൊരു കേസായിട്ട് മാറും. ആ സമയത്ത് ഞങ്ങളോടൊന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചോദിച്ചു. കാരണം നമ്മളിപ്പോ അറിയാണ്ട് ഒരു ഉമ്മാനെ അതിൽ കൊണ്ടേക്ക് പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ചെയ്താ കേട്ടോ. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാ എന്തായാലും പെട്ടെന്ന് എല്ലാം റാഹത്താകട്ടെ. അൽഹംദുലില്ലാ റാഹത്താകട്ടെ കേട്ടാ. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ആദ്യം മുതലിന് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എല്ലാം അള്ളാഹുവായിട്ട് തന്നപ്പോ നമ്മൾ കടം വീട്ടാന് മാഷാ അല്ലാ. പക്ഷെ കടം വീട്ടാണ്. പക്ഷെ അവർ പറഞ്ഞൊരു ആ ഒരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയിട്ടില്ല. അല്ല, കയ്യിൽ കിട്ടിയിട്ടില്ല, മുഴുവൻ കിട്ടിയിട്ടില്ല. മുഴുവൻ അല്ല, കിട്ടിയിട്ടില്ല. 1.5 കോടി പറഞ്ഞത് മുഴുവൻ 1.5 കോടി മുഴുവൻ കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം തന്നെ നമ്മളെ ആ സമ്മാനം കൊടുത്തിട്ടില്ല, അത് ഫേക്ക് ആണ് എന്നുള്ള തന്നെയല്ല അർത്ഥം. 1.5 കോടിയും കിട്ടിയിട്ടില്ല, 1 കോടി ഞാൻ ആവശ്യപ്പെട്ടു. എന്തായാലും ഇൻഷാ അല്ലാ റാഹത്താകട്ടെ. എന്തായാലും ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ടേ വിളിച്ചതാണ്. എന്റെ മേലക്കൊന്നും പേരല്ലിട്ട് എന്താ. ഇല്ല, നിങ്ങളെ മേത്തേക്ക് നമ്മൾ ഇടുന്നില്ല. കാരണം നിങ്ങളോട് അന്വേഷിക്കണമല്ലോ. കാരണം ഇത്രയും വലിയ ഒരു, കാരണം ഞാനിപ്പോൾ കേസ് കൊടുക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് കേസ് കൊടുത്തു. അപ്പോൾ നമുക്കൊരു കോൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വീട്ടിലെ ഉമ്മാനെ വിളിച്ചിട്ട് ഈ വീടിന്റെ കാര്യങ്ങൾ ഇങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ടോ, അവരങ്ങനെ ടാക്സ് കെട്ടിയിട്ടുണ്ടോ, സെൻട്രൽ ടാക്സ് കെട്ടിയിട്ടുണ്ടോ, അതേപോലെ പോലീസ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങളെ നമ്പർ ഞാൻ തപ്പി പിടിച്ച് ഇങ്ങനെ പോയി അവസാനം നിങ്ങളെ നാട്ടിലുള്ള ഒരാളാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. നിങ്ങളെ നാട്ടിലുള്ള ഒരാൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. നിങ്ങളെ പേര് ഫാത്തിമത്ത് സുഹറ അങ്ങനെ എന്തോ അല്ലേ? അപ്പൊ നിങ്ങളെ പേര് മെൻഷൻ വെച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞു. ഞാൻ വിളിച്ചു ചോദിക്കാം. അപ്പൊ ചോദിച്ചപ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ട രീതിയിലുള്ള മറുപടി, കാരണം നിങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല, സമ്മാനം അടിച്ചു, അത് മുഴുവനായിട്ട് കിട്ടിയിട്ടുമില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവർ പരസ്യം കൊടുത്തത് വേറെ രീതിയിലാണ്. കാരണം 1.5 കോടിയുടെ വീട്, മൂല്യം വരുന്ന വീട്, പക്ഷെ ബാക്കിയുള്ള സെക്കൻഡും ഫസ്റ്റും തേർഡും ആയിട്ടുള്ള സമ്മാനങ്ങൾ ആർക്കും കിട്ടിയിട്ടുമില്ല. ആണ് ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കാണാൻ പോയില്ല. ഈ സമ്മാനം കിട്ടിയ വ്യക്തികളെ പേരും കാര്യങ്ങളും റിവീൽ ചെയ്തപ്പോഴും ഈ കാര്യങ്ങൾ ചെയ്യാൻ, ഇങ്ങനെ ലോട്ടറി നടത്താനേ ഒരാൾക്ക് അവകാശമല്ല. ഞങ്ങൾ ചെന്നപ്പോ ഈ 2ാം സമ്മാനമുള്ള ആളും 3ാം സമ്മാനമുള്ള ആളും അവിടെ ഉണ്ട്, അവരുടെ വീട്ടില്. എവിടത്തായിരുന്നു അത്? ഒന്ന് കാസർകോട്ടേരാണ്, ഒന്ന് കോഴിക്കോട്ടേര് രാജേരോ ആണ്. അപ്പൊ സ്കൂട്ടിയുടെ പൈസ ഓന് ഒന്നും ഈ ഇവിടുത്തെ എന്തതിന് പറയില്ല, വണ്ടി നമ്മളിവിടുത്തെ വണ്ടി അല്ലെങ്കിൽ കൊണ്ടാൻ പറ്റൂല എന്നുള്ളൊരിതില്ലേ, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ആയപ്പോ അയാൾക്ക് വണ്ടിയുടെ പൈസ